നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷിഗല്ല അടക്കമുള്ള വയറിളക്ക രോഗങ്ങളെക്കുറിച്ചും പകർച്ചവ്യാധികളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ വസീഫ് മായൻ ചേരുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ഇപ്പോൾ വിളിക്കാം. സംശയങ്ങൾ നേരിട്ട് ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സർ. ഡോക്ടർ, ഈ വർഷം ഷിഗല്ല ബാധിച്ചുള്ള 4ാമത്തെ മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഇതുവരെ മരണപ്പെട്ടവരിൽ 3 പേരും 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടികളാണ്. ഒരാൾ മാത്രം 59 വയസ്സുള്ള സ്ത്രീയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോഴും ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത വിധം ഈ അണുബാധ മാരകമാകുന്നത് എന്തുകൊണ്ടാണ്? അതെ, അതിന് കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി കാരണങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതിന് ഷിഗല്ലയുടെ പ്രത്യേകതകളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടോക്സിൻ പ്രൊഡക്ഷനാണ് ഇതിൻ്റെ വ്യത്യസ്തമായി കൂടുതലായി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ സംഭവിക്കുന്ന നിർജ്ജലീകരണം മൂന്നാമത്തെ ഒരു കാര്യമായി പറയാവുന്നത്. അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളാണ്. അപ്പോൾ ഈ ഷിഗല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ സ്വതവേ ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നോ നമ്മളുടെ ആമാശയത്തിലും അതുവഴി നമ്മളുടെ കുടലിൽ എന്നെ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടലിലെ കോശങ്ങളിലേക്ക് ഉള്ളിൽ പ്രവേശിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പടർന്ന് വ്യാപിച്ച് ടോക്സിൻ എന്ന് പറയുന്ന രീതിയിലുള്ള വിഷവസ്തുക്കൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടോക്സിൻ്റെ ബേസിക്കലി ഒരുപാട് ടോക്സിനുകൾ നമ്മളുടെ ശരീരത്തിൽ റിലീസാവുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം ബുദ്ധിമുട്ടും കൊണ്ടാണ് ഷിഗല്ലയുടെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചില കോംപ്ലിക്കേഷനുകൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകൾക്ക് ഫലിക്കാതെ വരുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷിഗല്ലക്കെതിരെ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷിഗല്ലയുടെ നശീകരണം നമുക്ക് സാധ്യമാവും. പക്ഷേ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾക്കെതിരെ പലപ്പോഴും ആൻറ്റിബയോട്ടിക് പ്രവർത്തിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു തീവ്രത കൂടിയൊരു ഇൻഫെക്ഷനായി മാറുന്നത്. രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഉണ്ടാകുന്ന നിർജ്ജലീകരണം നമുക്ക് പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. മാത്രമല്ല ഷിഗല്ലയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ്. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 ദിവസമാണ്. നമ്മൾ എന്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ ഒരു അണു പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വെറും 1-2 ദിവസം കൊണ്ട് തന്നെ അടുത്ത ആൾക്ക് അത് ഇൻഫെക്ഷൻ വരികയും അതൊരു 3-4 ദിവസം കൊണ്ട് തന്നെ അതിതീവ്രമായ കോംപ്ലിക്കേഷനിലേക്ക് എത്തുകയാണ് ഇതിൽ കൂടുതലായി നമ്മൾ കണ്ടുവരുന്നൊരു വ്യവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ടോക്സിനുകളെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഈ ടോക്സിൻ നമ്മളുടെ രക്തത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചും കുട്ടികൾ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കുട്ടികളിലാണ് കൂടുതലായി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളുടെ വൃക്കയിലുള്ള ചില കോശങ്ങൾ ഈ പറയുന്ന ടോക്സിന് ബൈൻഡ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരിടമായിട്ടാണ് അത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വൃക്ക സംബന്ധമായിട്ടുള്ള കോംപ്ലിക്കേഷൻ, അതായത് ഹീമോളിറ്റിക് യൂറീമിക് സിൻഡ്രോം, അതേപോലെ തന്നെ മസ്തിഷ്കത്തിൽ പോയി അപസ്മാരമൊക്കെ വരാനുള്ള കോംപ്ലിക്കേഷൻ റേറ്റുകൾ വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് ഷിഗല്ല ഒരു പ്രത്യേകതരം ഒരു ബാക്ടീരിയയായി പെരുമാറി അതിൽ നിന്ന് തന്നെ മരണനിരക്ക് പലപ്പോഴും കൂടി വരുന്നത്. പിന്നെ എന്തുകൊണ്ട് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൂടുതൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും നമ്മൾ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ നിരവധി കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളിലുള്ള ഒരു ടോട്ടൽ ബോഡിയുടെ വാട്ടർ, അതായത് ഒരു ടോട്ടൽ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശത്തിൻ്റെ അളവ് എപ്പോഴും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങളും നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഒരു മൈക്രോബയോം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അത് കൂടുതലും നമ്മളുടെ കുടലിലും നമ്മളുടെ വയറിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ദോഷകരമല്ലാത്ത രീതിയിൽ നമ്മളുടെ ശരീരത്തിന് ബെനിഫിറ്റ് ഉള്ള രീതിയിൽ കുറേ രോഗാണുക്കൾ, കോടിക്കണക്കിന് രോഗാണുക്കൾ നമ്മളുടെ ചെറുകുടലിലും വൻകുടലിലൊക്കെ ഉള്ളതായി കാണപ്പെടുന്നുണ്ട്. ഇത് നമ്മൾക്ക് കൂടുതൽ പ്രായമാകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഒരു അറ്റൈൻ ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ മൈക്രോബയോം എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇമ്മച്വർ ആവുകയും അതുമൂലം തന്നെ പലപ്പോഴും അത് ഒരു ഇൻഫെക്ഷനിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കാതെ വരികയും ചെയ്യുന്നതായിട്ടാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഡോക്ടർ, വ്യക്തമാണ്. നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞത് പ്രായം കൂടിയ ഒരു പ്രേക്ഷകന്റെ കോൾ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ചന്ദ്രൻ നായരുണ്ട്, പേയാട് നിന്നാണ്. സർ സംസാരിച്ചോളൂ, ഡോക്ടർ ചോദിച്ചോളൂ. ഡോക്ടർ നമസ്തേ. ഡോക്ടർ, മാരകമായ പകർച്ചവ്യാധികളെല്ലാം തന്നെ വടക്ക് ഭാഗത്ത് നിന്നാണ് തുടക്കം. കോവിഡ് തുടക്കം അവിടെ നിന്ന് തന്നെയായിരുന്നു. ഷിഗല്ല ഇപ്പൊ കൂടുതലായി പകരുന്നുണ്ടോ? മാസ്ക് വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടോ?
അതുകൂടാതെ തന്നെ ഇത് വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ് സാർ? അതൊരു പൊതുവായിട്ടുള്ള ഒരു വിവരം തന്നാൽ വലിയ ഉപകാരം എല്ലാവർക്കും. അതെ അതെ, ഇതിപ്പോൾ വടക്ക് ജില്ലകളിൽ കൂടുതൽ കാണുന്നു എന്ന് പറയുന്നത് അത് ശരിയാണ്, ശരിയായ ഒരു ഒബ്സർവേഷൻ തന്നെയാണ്. അതിന് പല കാരണങ്ങൾ ആക്ച്വലി എപ്പിഡമിയോളജിക്കലി നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ അതിൻ്റെ ക്ലൈമറ്റ്, പിന്നെ ആളുകളുടെ ജനങ്ങളുടെ ഒരു ബിഹേവിയറൽ ചേഞ്ചും, അതേപോലെ തന്നെ നമ്മളുടെ എൻവയൺമെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കൊറോണ, കോവിഡ്, ഇൻഫ്ലുവൻസ ഇതുപോലുള്ള പല അസുഖങ്ങളും പ്രത്യേകിച്ചും മഴക്കാലം വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു വ്യാപനം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നിലവിൽ കുറച്ച് കോവിഡ് പോലുള്ള അസുഖങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് അതിൽ അഡ്മിറ്റ് ആകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡിൻ്റെ തീവ്രത പലപ്പോഴും കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ഒരുവിധം എല്ലാവരും ഇപ്പോൾ വാക്സിൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാലക്രമേണ നമ്മൾ വർഷം കഴിയുന്നതോറും ഈ വൈറസിൻ്റെ ഒരു വീര്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കൊറോണ വൈറസ് ഇൻഫെക്ഷൻ സാധാരണഗതിയിലുള്ളൊരു ജലദോഷപ്പനിയായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമുള്ളത്. ഇതൊരു റീഅഷ്യൂറിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇതിലെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും നമ്മളുടെ ഒരു ബിഹേവിയറൽ ചേഞ്ച് തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഈ ശ്വാസകോശ സംബന്ധമായി പകരുന്ന അസുഖങ്ങളെല്ലാം പലപ്പോഴും ഓവർ ക്രൗഡിങ്ങിലും ഒരു സാമൂഹിക അകലം പാലിക്കാതെയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പല രീതിയിലുള്ള ഒരു അടുത്ത സമ്പർക്കത്തിലെ കൂടിയാണ് പല അസുഖങ്ങളും പടർന്നു വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില ബിഹേവിയറൽ ചേഞ്ചസ് ആണ് നമ്മൾ അതിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ മഴക്കാലമാണ്, മഴയും വെയിലും മാറി മാറിയുള്ള ഒരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത്. ജലജന്യ രോഗങ്ങൾ വളരെയധികം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതലാണ് വയറിളക്ക രോഗങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, ഏത് തരം ഡയറിയ ആണെങ്കിലും കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് ഭീഷണിയാണ്. എന്നാൽ പോലും ഈ കൂട്ടത്തിൽ ഇത്രയധികം മാരകമായ ഷിഗല്ലയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങളിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന് ഷിഗല്ലയുടെ പെരുമാറ്റമാണ്. സാധാരണഗതിയിൽ നമ്മളൊരു വയറിളക്കം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വയറിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലൊരിക്കലും അതിനൊരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല. മാത്രമല്ല, അതിങ്ങനെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാറും എന്ന് ധരിച്ച്, അല്ലെങ്കിൽ സെൽഫ് മെഡിക്കേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലരും. പ്രത്യേകിച്ചും മലയാളികൾ എന്തെങ്കിലും അടുത്തുള്ള മരുന്ന് കടയിൽ പോയി തരുന്ന ഒരു വയറിളക്കത്തിനുള്ള ഒരു മരുന്നൊക്കെ കഴിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് നമ്മൾ കൂടുതലും. അപ്പം ഷിഗല്ലയെ പറ്റി വേറിട്ട് തന്നെ ഞാൻ പറയാം. ഷിഗല്ല എന്ന് പറയുന്നതിൽ ഉണ്ടാക്കുന്നത്, നമ്മളുടെ വയറ് എന്ന് പറയുന്നത് വയറും ചെറുകുടലും വൻകുടലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഷിഗല്ല കൂടുതലായും വൻകുടൽ, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന തരം രോഗാണുക്കളും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന രോഗാണുക്കളും ഉണ്ടാക്കുന്ന ഡയറിയ വ്യത്യസ്തമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിഗല്ലയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഇൻവേസീവ് ഡയറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിഗല്ല പോലുള്ള ബാക്ടീരിയ നമ്മളുടെ ശരീരത്തിൻ്റെ ഈ പറയുന്ന കുടലിലുള്ള കോശങ്ങൾക്ക് ഉള്ളിലേക്ക് കയറിയതിന് ശേഷം അതിൽ നിന്നാണ് ഒരു ടോക്സിൻ ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുന്ന ഡയറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫുഡ് പോയ്സൺ ഉണ്ടാക്കുന്ന ഡയറിയിൽ നിന്ന് ഏറ്റവും ആദ്യം കാണാവുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഛർദി, വയറിളക്കം. അതിനുശേഷം ഒരു ലോ ഗ്രേഡ്, അതിൽ വളരെ ടെമ്പറേച്ചർ കുറഞ്ഞ രീതിയിലുള്ള പനിയൊക്കെ കാണാറുള്ളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഷിഗല്ലയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ആദ്യം അനുഭവപ്പെടുന്ന ലക്ഷണം എന്ന് പറയുന്നത് പനിയാണ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1-2 ദിവസമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അത്ര പ്യുവർ അല്ലാത്ത രീതിയിൽ വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ വയറിളക്കം വരുന്നു. പനിയാണ് ആദ്യമായിട്ട് കാണപ്പെടുന്നത്. ഇത് തന്നെ നല്ല കടുപ്പമേറിയ പനിയായിരിക്കും ഷിഗല്ലയിൽ കൂടുതൽ കണ്ടുവരുന്നത്. പനി വന്ന് അടുത്ത ദിവസമാണ് പലപ്പോഴും വയറുവേദനയും വയറിളക്കവും സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റ് ഇൻഫെക്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഷിഗല്ലയുടെ വയറിളക്കം സാധാരണ പോലെ ഒരുപാട് പോകുന്ന രീതിയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അതായത് വൻകുടലിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനിൽ പലപ്പോഴും പോകുന്ന മലത്തിൻ്റെ അംശം കുറവായിരിക്കും. പക്ഷേ അതാണെങ്കിൽ അതിൻ്റെ തവണകൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇച്ചിരി ആയിട്ട് പോകുന്നു. പക്ഷേ ഒരു ദിവസം ഏകദേശം 7-10 തവണയോ പോകുന്ന ഒരു ഡയറിയ പലപ്പോഴും ഈ ലാർജ് ഇൻറ്റസ്റ്റൈനൽ ഡയറിയ, അതായത് ഷിഗല്ല പോലുള്ള അണുക്കൾ ഉണ്ടാക്കുന്ന ലാർജ് ഇൻറ്റസ്റ്റൈനൽ ഡയറിയാണ്. ഇതിൻ്റെ കൂടാതെ തന്നെ നമ്മൾ മലം പോകുന്ന ആ ഒരു ഭാഗത്ത് പല രോഗലക്ഷണങ്ങളും അവർ പ്രകടിപ്പിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
കൂടുതലും അവിടെ എന്തെങ്കിലും വേദന, മലം പോകുന്ന ഭാഗത്തൊരു വേദന, അല്ലാന്നുണ്ടെങ്കിൽ ടെനിസ്മസ് എന്ന് പറയുന്ന ഒരു സിംറ്റമാണ് ഇതിൽ കൂടുതൽ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലം പോയി നമ്മളുടെ നാളം ഒഴിഞ്ഞു കഴിഞ്ഞാലും ഇനിയും കൂടെ എനിക്ക് പോകണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് കൂടുതലും ഈ ഷിജല്ല പോലുള്ള അസുഖങ്ങളിൽ കൂടുതലായിരിക്കും. ഇതിൻ്റെ കൂടാതെ തന്നെ ഏകദേശം വയറിളക്കം തുടങ്ങി അടുത്ത ദിവസം, അതായത് ഒരു 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ഇതിൽ കഫത്തിൻ്റെയും രക്തത്തിൻ്റെയും അംശം കാണാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഷിജല്ലയുടെ സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഡോക്ടർ, നമുക്ക് കോട്ടയത്ത് നിന്ന് ബാബു എന്ന പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഡോക്ടറെ നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ ഈ പടിഞ്ഞാറൻ പ്രദേശത്താണ് താമസിക്കുന്നത്. അവിടെ എനിക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ വയറുകടിയാണെന്നാ ഞങ്ങൾ പറയുന്നത്. ഈ ചളിയൊക്കെ പോകുന്നു. അപ്പം ഒരു ചെറിയ രക്തമയമുണ്ട്. അപ്പം വയറുവേദനയുണ്ട്. അപ്പോൾ ഈ വെള്ളം നല്ലതല്ല. ഞങ്ങൾ ചിലപ്പം വെള്ളത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് പേടിയായി. ഇപ്പം ഈ ഷിഗല്ല വല്ലതും ആണോ? ഈ ഡോക്ടർ പറയുന്ന ആ ലക്ഷണങ്ങളുമായിട്ട് എല്ലാം അടുത്ത് നിൽക്കുന്ന പോലെ ഇരിക്കുന്നു. അപ്പോൾ ഈ കോട്ടയം ആയതുകൊണ്ട് എനിക്കൊരു പേടി. ബാക്കി മറ്റ് ജില്ലകളിലേക്കല്ല വരുന്നുള്ളൂ. കോട്ടയം പറഞ്ഞിട്ടില്ല. എന്നാലും ഒന്ന് സൂക്ഷിക്കണോ? അത് കോട്ടയം മെഡിക്കൽ കോളേജ്. ഞാനിപ്പോൾ ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് പോയത്. അവിടെ വയറുകടിയെന്നാണ് എന്നോട് പറഞ്ഞത്. വയറിളക്കാണ് ഇതിന്. അപ്പം എനിക്കൊരു പേടി. അപ്പോൾ ഇങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. കോട്ടയത്ത് വന്നിട്ടില്ല ഷിഗല്ല എന്ന് നമുക്ക് ആധികാരികമായി പറയാൻ പറ്റില്ല. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതേസമയം കേരളത്തിലുടനീളം ഇതിൻ്റെ റിസ്ക് ഫാക്ടറുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ഇതിനെ കുറച്ച് സീരിയസ് ആയി കാണുകയാണ്. ഇപ്പോൾ ഇതിന് നിങ്ങൾക്കിപ്പോൾ രക്തം പോലെ കണ്ടു എന്ന് പറയാണ്. കഫം, രക്തം എന്നൊക്കെ ഉള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നേ പറയാനുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. ഇത് വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോക്സിൻ ഉൽപ്പാദിപ്പിച്ച് ഒരുപാട് ലെവലിൽ നമ്മളുടെ ശരീരത്തിൽ ടോക്സിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കാതെ വരുന്നൊരു സാഹചര്യമാണ് അതിലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രയും നേരത്തെ വൈദ്യസഹായം തേടുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇത് ടെസ്റ്റ് ചെയ്ത് ഷിഗല്ല അല്ല എന്ന് ഉറപ്പുവരുത്തി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ഡയറിയ, ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമായിട്ടുള്ള ഡയറിയ അല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. രക്തമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് ചോദിക്കുകയാണ്, നമുക്കിപ്പോൾ ഒരു വയറിളക്ക രോഗം അതിൻ്റെ ഒരു തുടക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ലോപ്രമൈഡ് പോലെയുള്ള ആൻറ്റി ഡയറിയൽ മരുന്നുകൾ വാങ്ങിക്കഴിക്കുന്ന ആളുകൾ നിരവധിയാണ് നമുക്കിടയിൽ. ഇപ്പോൾ ഈ രോഗകാരണം ഷിഗല്ല ആണ് എങ്കിൽ ഇത്തരത്തിൽ ആൻറ്റി ഡയറിയൽ മരുന്നുകൾ കഴിക്കുന്നത് സേഫ് ആയിരിക്കുമോ? എപ്പോഴാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ആവശ്യം വരിക? അയ്യോ, ഒരിക്കലും സേഫ് അല്ല. ഇതിൽ ഇപ്പം നമ്മൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടാവുന്ന മരുന്നുകളുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് ഇതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള മെഡിസിൻ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാഡം പറഞ്ഞ ഈ ലോപ്പിറമൈഡ് പോലുള്ള മരുന്നുകളാണ്. കാരണം ലോപ്പിറമൈഡ് എന്നാൽ ആൻറ്റി മോട്ടിലിറ്റി ഏജൻറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുടലിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കുടലിൻ്റെ ഒരു മൂവ് ചെയ്യുന്ന ഒരു പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്. അതായത് നമ്മളുടെ കുടലിൻ്റെ അനക്കങ്ങൾ, ഭക്ഷണം ദഹിപ്പിച്ച് കഴിഞ്ഞാൽ കുടലിൽ, വയറിൽ നിന്ന് ചെറുകുടലിൽ സാധാരണ 3 മണിക്കൂർ കഴിഞ്ഞാലാണ് ചെറുകുടലിൽ പോയി അതിലൊരു 4-5 മണിക്കൂർ ചിലവഴിക്കുന്നു. വൻകുടലിൽ സാധാരണഗതിയിൽ 8 മുതൽ 12 മണിക്കൂറൊക്കെ പോയതിന് ശേഷമാണ് അത് മലമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ടോക്സിൻ മൂലമുള്ളതായിരുന്നാലും അല്ലെങ്കിൽ ഒരു അണുബാധ ഇൻഫെക്ഷൻ ഡയറക്റ്റ്ലി ബാക്ടീരിയോ വൈറസോ ഉള്ളതാണെങ്കിൽ നമ്മളുടെ ഈ കുടലിൻ്റെ അനക്കങ്ങളുടെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. ഒരു പരിധിയിൽ അത് പലപ്പോഴും അതൊരു ടോക്സിൻ്റെ എഫക്റ്റാണ്. ടോക്സിൻ കാരണം അതിൻ്റെ ഉള്ളിൽ പല സെക്രീഷൻസൊക്കെ വന്ന് ഇതിൻ്റെ മൂവ് ചെയ്യുന്നതിൻ്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് ശരീരത്തിൻ്റെ അതൊരു പ്രൊട്ടക്ഷൻ വ്യവസ്ഥയും കൂടിയാണ്. നമ്മളുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ വേഗത കൂടുന്നത് മൂലം ഈ ടോക്സിനുകളൊക്കെ വെളിയിൽ പോയി അത് എക്സ്ക്രീറ്റായി നമ്മളുടെ പുറന്തള്ളാനുള്ള ഒരു പ്രക്രിയയും കൂടിയാണത്. ലോപ്പിറമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്സിൻ്റെ ഇത് കാരണം ഈ എക്സ്ക്രീഷൻ്റെ വേഗത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ കുടലിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വേഗതയും ഫ്രീക്വൻസിയും അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം ഈ പറയുന്ന വിഷാംശമുള്ള ടോക്സിനുകളും ബാക്ടീരിയ ഒക്കെ നമ്മളുടെ കുടലിൽ തന്നെ കെട്ടിക്കിടന്ന് അത് നമ്മളെ രക്തത്തിലേക്ക് ആവാഹിച്ചിട്ട് കോംപ്ലിക്കേഷൻ റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇത് മോർസോ ഷിജല്ലയിൽ ഇത് കൂടുതൽ റെലവൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജല്ലയിൽ ഈ ടോക്സിനുകളുടെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്.
നമ്മളുടെ കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു ഷിജല്ല എന്ന് പറയുന്നത് ഷിജല്ലയുടെ തന്നെ 4 വകഭേദങ്ങളുണ്ട്. ഷിജല്ല ഡിസെൻറ്ററിയെ, ഷിജല്ല ഫ്ലെക്സനറി, ഷിജല്ല ബോയിഡി, ഷിജല്ല സോണി എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന തരം ഷിജല്ലകൾ നമ്മളുടെ നാട്ടിൽ കുറച്ച് കൂടുതലായി കാണുന്നു. ഈയിടെയായിട്ട് കാണുന്ന ഒരു ഷിജല്ല എന്ന് പറയുന്നത് കൂടുതലും ഷിജല്ല സോണി എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി വരുന്നതായി കാണുന്നുണ്ട്. ഇതിൻ്റെ ടോക്സിനുകൾ നമ്മളുടെ ഹാർട്ടിനെ പോലും ബാധിച്ച് മയോകാർഡൈറ്റിസ് പോലുള്ള അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ മരണനിരക്ക് കൂടാൻ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ലോപ്രമേഡ് കഴിച്ചാൽ മരണം നിരക്ക് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പോലും പറയാൻ പറ്റും. അത്രമാത്രം ഡേഞ്ചറസ് ആണ് ലോപ്രമേഡ് എന്നുള്ള ഒരു ഡ്രഗ് ഷിജല്ലയിൽ നമ്മൾ കഴിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. നമുക്കൊരു ഷിഗല്ല ബാധിച്ചു ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഷിഗല്ല രോഗത്തെ എത്തരത്തിൽ പ്രതിരോധിക്കാമെന്നാണ് ഇന്ന് നമ്മൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ വസീഫ് മായൻ നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ, ഇനി ഈ അസുഖം പകരുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്കറിയാം. സമ്പർക്കത്തിലൂടെ പകരും, വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ ഒക്കെ പകരാമെന്നറിയും. പ്രധാനമായും വ്യക്തി ശുചിത്വമില്ലായ്മയിലൂടെയൊക്കെ ഉണ്ടാകാം. ഡോക്ടർ ഒന്ന് വിശദമാക്കാവും. പ്രത്യേകിച്ചും നമ്മൾ കുട്ടികളെയൊക്കെ സ്കൂളുകളിലേക്കും ഡേ കെയറിലേക്കും ഒക്കെ അയക്കുന്ന ഒരു സാഹചര്യമാണ്. മഴക്കാലമാണ്, അവർ വെള്ളത്തിൽ കളിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ എത്തരത്തിലാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്? വളരെ കറക്റ്റായിട്ട് തന്നെയാണ് വിവരിച്ചിട്ടുള്ളത്. ഞാൻ എളുപ്പത്തിൽ പലപ്പോഴും എല്ലാവരോടും ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, നമ്മളെപ്പോഴും ഓർക്കുന്നത് 4 Fനെ കുറിച്ചാണ്. ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ഫുഡാണ്. ഫുഡും വെള്ളവും വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ F എന്ന് പറയുന്നത് ഫീസീസ് എന്ന് പറയും, അതായത് നമ്മളുടെ ഈ മലം. മൂന്നാമത്തെ F നമ്മളുടെ ഫിംഗറുകളാണ്, അതായത് നമ്മളുടെ കൈ, അതായത് നമ്മളുടെ കൈയുടെ ബേസിക് ക്ലെൻലിനെസ് ഒക്കെയാണ് അതിൽ ഉദ്ദേശിക്കാവുന്നത്. നാലാമത്തേത് എന്ന് പറയുന്നത് ഫ്ലൈ, അതായത് ഈച്ച. നമ്മൾ പലപ്പോഴും ഒരു വലിയ വില ഒന്നും കൊടുക്കാത്ത, ഈവൻ നമ്മൾ പല അസുഖങ്ങളിലും കൊതുവിനൊക്കെ പറ്റി പറയുമെങ്കിലും ഈച്ചയെ പറ്റി പലരും ആരും പരാമർശിക്കുന്ന കാണാറില്ല. അപ്പോൾ ഇത് 4 തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം. ഈ ഫുഡിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് ഒരുപാട് മാറിക്കഴിഞ്ഞു. അതായത് നമ്മൾ ഈ പറഞ്ഞ ഹെൽത്തി ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ പല രീതിയിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് കൂടുതലുള്ളത്. ഫ്രഷായി കഴിക്കണം എന്നൊക്കെ ഒരു അവയർനെസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. മാത്രമല്ല നമ്മൾ ഈ റോഡ് സൈഡിലുള്ള സ്ട്രീറ്റ് ഫുഡ്സ് അല്ലെങ്കിൽ അതുപോലുള്ള അത്യാവശ്യം ഹൈജീനിക് ആണോ എന്ന് ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ഒരു രീതി വളരെ കൂടുതലായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് ആൻഡ് വാട്ടർ തന്നെയാണ് ഇതിൻ്റെ പ്രൈമറി സോഴ്സായിട്ട് പറയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അത് കഴിക്കാവുള്ളൂ. ഇത് ക്ലീൻ ചെയ്യുന്ന വെള്ളവും അത്യാവശ്യം നല്ല രീതിയിൽ പ്യുവറാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം വെള്ളം അത് കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് വളരെ ക്ലിയർ ആയിരിക്കാം, അതിന് രുചിയിലോ അല്ലെങ്കിൽ ചൊവ്വയിലോ ഒന്നും വ്യത്യാസമില്ലാതിരുന്നാൽ പോലും അതിൽ ഇൻഫെക്ഷൻ ഇല്ല എന്ന് നമുക്ക് ആധികാരികമായി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ വളരെ ക്ലീൻ ആണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകരുടെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കാരണങ്ങളിലേക്ക് ഉടനെ തന്നെ മടങ്ങിയെത്താം. ഇടുക്കിയിൽ നിന്ന് ഓമനയാണ്. മാഡം സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ശരി മാഡം. ചോദിച്ചോളൂ. നമസ്കാരം. ഹലോ. ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ശാന്തൻപാറയിൽ നിന്നാണ് വിളിക്കുന്നത്, ഇടുക്കി ജില്ലയിലെ. ഇങ്ങനെ ഈ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്, എൻ്റെ കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ സ്കൂളിൽ പോകുന്നതാണ്. അപ്പൊ സ്കൂളിലൊക്കെ എങ്ങനെയാ അതിന്റെ ഇത് രോഗം വരുന്നത് എങ്ങനെയാ അതൊന്നും അറിയത്തില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. സ്കൂളിൽ പ്രത്യേകിച്ചും കൂടുതലും രോഗങ്ങൾ വരുന്നതിലേ നമുക്ക് പലപ്പോഴും ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാൻഡ് ഹൈജീനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ളത്. കാരണം കുട്ടികൾ പലപ്പോഴും അവർ നമ്മളെ പോലെ ഒരു ബിഹേവിയറൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലും തല്ലുകൂടും, അല്ലെങ്കിൽ അത് കൂടുതലും അവരുടെ കൈകളൊക്കെ വെച്ചിട്ട് അവർ പല പ്രതലങ്ങളിലും തൊടുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ പലപ്പോഴും കൈ കഴുകാതെയാണ് മിക്കവാറും അവർ കൈ വായിലിടും, അല്ലെങ്കിൽ അതുപോലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ഒരു പരിധിയിൽ നമ്മൾ സ്കൂളിൽ അവർ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൈകളിലല്ല, അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മളുടെ കൺട്രോളിലല്ല. അപ്പോൾ കുട്ടികളെ കൂടുതലും നമ്മൾ പഠിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൈ കഴുകുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി, അത് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ഒരു കാര്യം നന്നായി പഠിപ്പിക്കണം.
കൂടുതലും അവരുടെ വാഷ്റൂമുകളിൽ എപ്പോഴും സോപ്പ് ഉണ്ടെന്ന് പലപ്പോഴും സ്കൂളുകളിൽ നിന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഈ ഷിജല്ല പോലുള്ള ഒരു അണുവിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് 20 സെക്കൻഡ് നമ്മൾ സോപ്പും വെള്ളത്തിൽ നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ ഈ അണു നശിച്ചു പോകുന്നതാണ്. ഒട്ടുമിക്ക ഇതുപോലുള്ള ബാക്ടീരിയകളും സോപ്പ് വാട്ടർ കൊണ്ട് നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ ഈവൻ ടോക്സിൻസ് പോലും നശിച്ചു പോകുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമേന്മയുള്ള ഒരു കാര്യം. അപ്പം നമ്മൾ കുട്ടികൾക്ക് ഈ സാനിറ്റൈസർ പോലുള്ള സൊല്യൂഷനുകളൊന്നും കൊടുത്തുവിടണമെന്നൊന്നുമില്ലെങ്കിലും അവരോട് സോപ്പ് കൊണ്ട് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഇതുപോലെ മറ്റെന്തെങ്കിലും നമ്മളിപ്പം കൈയൊക്കെ വായിലിടാനൊക്കെ സാധ്യതയുള്ള കുട്ടികളിൽ കൂടെ അവരോട് കൈ കഴുകാൻ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. പിന്നെ പരമാവധി പറയുകയാണെങ്കിൽ ഈ ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ലഞ്ച് ബ്രേക്കിലൊക്കെ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ഇതേപോലെ തന്നെ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മിക്കവാറും നമ്മൾക്കൊക്കെ എനിക്കും അടക്കം നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴാണ് എവിടെയെങ്കിലും വെള്ളം കാണുമ്പോൾ നമുക്കതിലൊന്ന് ചവിട്ടി വെള്ളം തെറിപ്പിക്കാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ അവരോട് പറയുന്നതും നിർദ്ദേശിക്കുന്നതും നന്നായിരിക്കും. വെള്ളത്തിലൊക്കെ ചവിട്ടി പോവുക എന്നുള്ളതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പിന്നെ റോഡ് സൈഡിൽ പലപ്പോഴും കാണുന്ന ജ്യൂസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊന്നും അവരോട് വാങ്ങി കഴിക്കരുത് എന്നെപ്പോഴും പറയണം. ബിക്കോസ് ഈ വാട്ടറിൻ്റെ സേഫ്റ്റി എത്രയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊരു പ്രധാനമായിട്ട് അവരെ പഠിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വ്യക്തമാണ്. മാം വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇപ്പോൾ സാരമായ നിർജ്ജലീകരണത്തിലൂടെയാണ് പലപ്പോഴും രോഗികൾക്ക് ഗുരുതരാവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. ഡോക്ടർ, അപ്പോൾ അത്തരത്തിലാണ് ORSൻ്റെ പ്രാധാന്യത്തെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ഡയറിയിലുള്ളൊരു ലായനിയാണ് നമ്മളുടെ ORS എന്ന് പറയുന്നത്. അതിന് WHO ഒരു പ്രപ്പോഷൻ തന്നെ നിർണ്ണയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ കൂടുതലും നഷ്ടപ്പെടുന്ന എല്ലാവരും വിചാരിക്കുന്നത് വെള്ളമാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ച് അതിനെ ചികിത്സിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും പലർക്കും ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വെള്ളത്തിനോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ BP ഒക്കെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പല ഉപ്പുകൾ, അതായത് നമ്മളുടെ സോഡിയം, പൊട്ടാഷ്യം, പിന്നെ അതുപോലെ നമ്മൾ അസിഡിറ്റിയും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബൈകാർബണേറ്റ് പോലുള്ള പല ഉപ്പുകളും നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റീപ്ലേസ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ WHO ഉണ്ടാക്കിയിരിക്കുന്ന ORS ലായനി എന്ന് പറയുന്നത് അതിൽ ഈ പറഞ്ഞ സോഡിയം, ഗ്ലൂക്കോസ് കറക്റ്റായിട്ടുള്ളൊരു പ്രപ്പോർഷനിൽ മിക്സ് ചെയ്തൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു തവണ ലൂസായിട്ട് മലം പോകുമ്പോൾ ഏകദേശം 200 മുതൽ 400 മില്ലി വരെ ജലം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം വളരെ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എപ്പിസോഡ് ഓഫ് ഡയറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ്സെങ്കിലും ORS കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ ORS ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് മിനിമം ഒരു കഞ്ഞിവെള്ളത്തിൽ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പിടുക. ഇനി അതും ഇല്ലെങ്കിൽ ഇളനീർ, എല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പിട്ടിട്ട് കലക്കി കൊടുക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷൻ ഉണ്ടാവുന്നത് ഡയറിയുടെ തീവ്രത കുറയ്ക്കാൻ പോലും സഹായിക്കാറുണ്ട്. ഇപ്പം അതിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഡയറിയ കൂടാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി, അതിൻ്റെ ഒരു ഹൈപ്പർ ഓസ്മോളാരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സംഭവിച്ചിട്ട് കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു ORS കൊടുക്കൽ വളരെ വളരെ അനിവാര്യമാണ്. ഒരു ഡയറിയക്ക് ഒരു ORS എന്നൊരു കണക്ക് ഓർക്കാവുന്ന ഒരു കൺസെപ്റ്റാണ്. വ്യക്തമാണ് ഡോക്ടർ, വളരെയധികം നന്ദി. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ORSൻ്റെ പേര് സമയക്കുറവ് കൊണ്ടാണ് പ്രോഗ്രാം അവസാനിക്കുകയാണ്. മറ്റൊരു അവസരത്തിൽ വളരെ വിശദമായി നമുക്ക് തുടരാവുന്നതാണ്. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.